മാധ്യമപ്രവർത്തകനായിരിക്കെ അഴീക്കോട് CPM വേണ്ടി മത്സരിച്ച ആളാണ് നികേഷ് കുമാർ. പിന്നീട് മാധ്യമപ്രവർത്തനത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. ഇപ്പം അദ്ദേഹം മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് വിട്ട് സജീവ രാഷ്ട്രീയത്തിലാണ് പൂർണ്ണ ശ്രദ്ധയെന്ന് പറഞ്ഞ് CPM ഭാഗമായി പ്രവർത്തിക്കുന്നു. നികേഷിന് പുതിയ ചുമതല നൽകാൻ ഒരുങ്ങുകയാണ് CPM എന്ന് പറയുന്നു. കൈരളി ചാനലിൻ്റെ തലപ്പത്തേക്ക് ബ്രിട്ടാസിന് പകരം നികേഷിനെ ചുമതലപ്പെടുത്താനാണ് നീക്കമെന്നാണ് വാർത്തകൾ വരുന്നത്. ബ്രിട്ടാസ് നിലവിൽ MP ആയതുകൊണ്ട് അധിക ഭാരം വേണ്ട എന്നുള്ള ധാരണയായിരിക്കണം. അപ്പോൾ ഈ വാർത്ത എത്രത്തോളം നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും? അതായത് സംസ്ഥാന കമ്മിറ്റിയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ബ്രിട്ടാസ് ഈ പറഞ്ഞതുപോലെ MP എന്ന നിലയിൽ അവിടെ ശോഭിക്കുകയാണ്, നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായി ഇതെല്ലാം കൂടെ നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നികേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം റിപ്പോർട്ടറിൽ നിന്ന് മാറി ഇപ്പോൾ AKG സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന CPM ബന്ധപ്പെട്ട ഒരു വെബ്സൈറ്റിൻ്റെ ചുമതലയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അത് വീഡിയോസൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നികേഷ് കുമാറിനെ ഇനി മത്സരിപ്പിക്കാതെ ഒരു പക്ഷേ കൈരളിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ കൈരളിയും കുറേയധികം മെച്ചപ്പെടുത്താൻ കഴിയും. കാരണം ബ്രിട്ടാസിന് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നികേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന റിപ്പോർട്ടർ ചാനലിനെ ആ ഒരു പരിതാപകരമായ അവസ്ഥയിലൂടെയും കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതായത് അദ്ദേഹത്തെ വിശ്വസിച്ച് നിൽക്കുന്ന സ്റ്റാഫുകളെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞു. വളരെ പരിമിതമായ ശമ്പളത്തോടുകൂടി, ശമ്പളം നൽകാതെയും ഒക്കെ വന്നപ്പോൾ പോലും ആ സ്ഥാപനം അടച്ചുപൂട്ടാതെ അതിപ്പോൾ അവർക്ക് ഏൽപ്പിച്ചു. ഇപ്പോൾ ആ ടീം, ആൻഡോ സഹോദരന്മാരുടെ ടീം അത് ഏറ്റെടുക്കുകയും അതിപ്പോൾ ഒന്നാമതും രണ്ടാമതും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി നികേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം കൈരളിയുടെ തലപ്പത്തേക്ക് വന്നാൽ കൈരളിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. പ്രത്യേകിച്ച് ഇനി വരുന്ന ഭരണം ഒരുപക്ഷെ UDFൻ്റേതാണെങ്കിൽ കൈരളിക്ക് നല്ല റോൾ ഉണ്ടാവും. ഇപ്പോൾ ഈ ഭരിക്കുന്ന മുന്നണിക്കൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് കൈരളിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തത്. പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇലക്ഷൻ വരുമ്പോഴും അതോടൊപ്പം തന്നെ നവകേരള സദസ്സ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് കൈരളി ജനം TVക്ക് മുകളിലൊക്കെ റേറ്റിംഗിൽ വരാറുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുമ്പോഴൊക്കെ കൂടുതൽ ലൈവ് നൽകുകയും ഒക്കെ അതുവഴിയാണ് ഒരു ആറാമതൊക്കെ കൈരളിക്ക് എത്താൻ കഴിയുന്നത്. അപ്പോൾ നികേഷ് കുമാറിനെ പോലെ ഒരാൾ വന്ന് ചിട്ടയായ രീതിയിൽ പ്രവർത്തിപ്പിച്ചാൽ ഒരു പക്ഷേ കൈരളിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന്, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, എല്ലാ ചാനലുകളും ഈ പറഞ്ഞതുപോലെ ഒരു പ്രോ ഹിന്ദു അല്ലെങ്കിൽ പ്രോ BJP എന്ന ലൈനിലൂടെ പോകും. ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ന്യൂസ് മലയാളം 24/7 എന്ന് പറഞ്ഞ ചാനൽ വന്നത്. പക്ഷേ അത് കൈരളി പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ വിശ്വാസത്തെ നഷ്ടപ്പെട്ടു. കാരണം കൈരളി ഒരു പാർട്ടി ചാനലാണ്, പക്ഷേ ന്യൂസ് 24/7 അതേപോലെ ഒരു CPM ലൈനിലൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കൈരളിക്ക്, അതായത് CPM അനുഭാവികളായ പലർക്കും കൈരളി കാണേണ്ടതുണ്ട്. കാരണം യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന, പാർട്ടിപരമായി സംഭവിക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കൈരളി കണ്ടേ പറ്റൂ. അപ്പോൾ അത് ചിട്ടയായ രീതിയിൽ ഈ പറഞ്ഞതുപോലെ ജനമൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് പോലെ ഒരു ചിട്ടയായ രീതിയിലൂടെ പ്രവർത്തിപ്പിച്ചാൽ ഒരു പക്ഷേ കൈരളിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പലപ്പോഴും ഈ പറഞ്ഞതുപോലെ 10-25 വർഷം പഴക്കമുള്ള ഒരു ചാനൽ ഒരു ഗവൺമെൻറ് ചാനൽ എന്ന രീതിയിൽ അങ്ങ് പ്രവർത്തിച്ചു പോവുകയാണ്. അന്നു മുതലുള്ള സ്റ്റാഫുകളുമൊക്കെ ഉണ്ട്. പിന്നെ ശമ്പളമൊക്കെ പൊതുവെ കുറവാണ് മറ്റ് ചാനലുകളെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ളൊരു ചിന്താഗതി മാറി. അതായത് ബിനു, ഈ TV ജേർണലിസത്തിൽ ഈ ആക്രമണോത്സുക ജേർണലിസം നമ്മൾ പറയുമല്ലോ, അതായത് വളരെ ചടുലമായുള്ള ജേർണലിസം അത് അവതരിപ്പിച്ച ഒരു മാധ്യമപ്രവർത്തനാണ് നികേഷ് കുമാർ. റിപ്പോർട്ടർ TVയുടെ ശൈലി തന്നെ അതാണ്, ഈ അഗ്രസീവ് ജേർണലിസം. ആദ്യം മറ്റേ ഒരു ദൂരദർശൻ ശൈലിയിൽ ഇരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂസ് ആങ്കർമാർ ചലിച്ചുകൊണ്ട് സജീവമായി വാർത്തയിൽ ഇടപെടുക, ചില വാർത്തകൾ കുറച്ചുകൂടി വിശാലമായി അവതരിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ അവതരിപ്പിച്ച് അത് വിജയിപ്പിച്ച ഒരു പാരമ്പര്യമുള്ള ആളാണ് നികേഷ് കുമാർ. ഇന്ത്യ വിഷനിലായാലും ശരി, റിപ്പോർട്ടർ ആയാലും ശരി. അപ്പോൾ കൈരളിയിലേക്ക് വരുമ്പോൾ ഈ കൈരളിയിൽ കുറെ കൂടി പ്രൊഫഷണലിസം കൊണ്ടുവരാനും കുറെ കൂടി ആ ചാനൽ ജനകീയമാക്കാനും നികേഷ് കുമാറിന് തീർച്ചയായിട്ടും സാധിക്കും. തീർച്ചയായിട്ടും. അത് പ്രേംലാൽ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ചടുലത അല്ലെങ്കിൽ റിപ്പോർട്ടിങ്ങിൽ മറ്റൊരു ശൈലി കൊണ്ടുവന്ന ആളാണ് ഈ നികേഷ് കുമാർ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ പരിമിതമായ സൗകര്യങ്ങൾ അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയണം. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ കുറേയേറെ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴും അദ്ദേഹം ഈ ലോകോത്തര നിലവാരമുള്ള AR VR XR സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ഒരു പേപ്പർ എടുത്തു വെച്ചിട്ട് ഇലക്ഷൻ ഫലമൊക്കെ വിശകലനം ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട്. കാരണം സംവിധാനങ്ങളില്ല. അപ്പോൾ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് ഒരു ജേർണലിസ്റ്റ് വരുന്നു, അതൊരു നാച്ചുറൽ രീതിയിലേക്ക് ആക്കി. അതൊരു കാരണമുണ്ട്, അന്ന് നികേഷ് കുമാറിനെ കേൾക്കാനായിട്ട് ആളുകൾ താല്പര്യപ്പെട്ടിരുന്നു. ഇന്ന് കുറെ കൂടി സാങ്കേതികമായി ന്യൂസ് ചാനലുകളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിൽ പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷം എന്നൊരു ഇത് വന്നതോട് വിശ്വാസയുടെ പ്രശ്നം കൂടി വന്നിട്ടുണ്ട്. പക്ഷെ കൈരളി ആകുമ്പോൾ കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യയശാസ്ത്രത്തിലുള്ള ഒരു പ്രസ്ഥാനം
അപ്പോൾ അതിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ എക്സ്ട്രീമിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ തുച്ഛമായ സൗകര്യങ്ങളിൽ അല്ലെങ്കിൽ തുച്ഛമായി സ്റ്റാഫുകൾക്ക് ശമ്പളം പോലും ബുദ്ധിമുട്ടുള്ള സമയത്ത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നമ്മൾ കേട്ടിട്ടുള്ളത്, അദ്ദേഹം ചിലർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുക, അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഈ സനൽ ഫിലിപ്പ് മരിച്ചപ്പോഴും അദ്ദേഹം വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയായിരുന്നു. എന്നിട്ടും അദ്ദേഹം സനൽ ഫിലിപ്പിന്റെ വീട്ടിലെത്തി അവർക്കൊരു തുക കൈമാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പരിമിതമായ സൗകര്യങ്ങളിൽ എങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിപ്പിക്കാമെന്ന് അറിയാം. പക്ഷേ ഇതിപ്പോൾ പാർട്ടി സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇപ്പൊ നമ്മൾ ഇതുകൂടി വായിച്ചെടുക്കണം. അപ്പൊ നികേഷ് കുമാറിന് ഇനി ഒരു തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് പാർട്ടി ഒരു തീരുമാനമെടുക്കാൻ സാധ്യത എന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ തവണ ഈ മത്സരിപ്പിച്ച് പരാജയപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-ന് ഇതിൻ്റെ ഒരു സാരഥ്യത്തിലേക്ക് കൊണ്ടുവന്നാൽ പാർട്ടി ചാനലിനെ മെച്ചപ്പെടുത്താം. ഒരുപക്ഷെ ഭരണം കിട്ടാതെ വന്നാൽ UDF ആണ് അടുത്ത അധികാരത്തിൽ വരുന്നതെങ്കിൽ കൈരളിക്ക് വലിയ റോൾ ഉണ്ടാകും. നല്ല പണിയെടുക്കേണ്ടി വരും, നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ഈ സോളാറൊക്കെ അന്ന് കൊണ്ടുവന്നതും ഒക്കെ ഈ കൈരളിയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കൈരളിക്ക് വലിയൊരു റോളുണ്ടാകും. അപ്പോൾ ആ റോളിൽ നന്നായി ശോഭിക്കാൻ നികേഷ് കുമാറിന് കഴിയും. നിലവിലുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട്, നിലവിലുള്ള ടെക്നോളജിയെ കുറച്ചുകൂടി മാറ്റം വരുത്തിക്കൊണ്ട്, അതോടൊപ്പം തന്നെ കുറച്ചുകൂടി നല്ല ഫേസസ് ഒക്കെ കൊണ്ടുവന്ന് കൈരളിയെ ഒരു മികച്ച നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ എത്തിക്കാൻ കഴിയും. അത് വഴി തോന്നുന്നു ഒരു പരിധിവരെ ഈ ബ്രിട്ടാസിന്റെ വഴി തന്നെ നികേഷ് കുമാറിനും തെരഞ്ഞെടുക്കാമെന്ന് തോന്നുന്നു. ബ്രിട്ടാസ് കൈരളിയുടെ ചുമതലയിൽ നിന്നിട്ടാണല്ലോ രാജ്യസഭാ അംഗമായത്. അപ്പോൾ നികേഷ് കുമാറിനും വേണമെങ്കിൽ ആ രീതിയിലും ഒരു രാജ്യസഭാ അംഗമാകും. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ റിപ്പോർട്ടറിൽ നിന്ന് പോയി പാർട്ടി പ്രവർത്തനത്തിലേക്ക് പോയപ്പോൾ ഈ CPM-നെ സംബന്ധിച്ചൊരു സംവിധാനം അറിയാമല്ലോ. അവർ ഈ താഴെ തട്ടിൽ നിന്ന് ബ്രാഞ്ച് തൊട്ട് വരുന്നവർക്കാണ് ഓരോ പ്രാധാന്യം നൽകുന്നത്. അദ്ദേഹത്തിന് പല വേദികളിലും പോയി സംസാരിക്കാൻ പോലും അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ലൈം ലൈറ്റിൽ നിന്നുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ആകാൻ കഴിയൂ. അല്ലാതെ ഇനി പോയി ഒരു ബ്രാഞ്ചിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ പോയി CPM-ന്റെ ഏതെങ്കിലും സദസ്സുകളിലോ ഒക്കെ പോയിട്ട് അദ്ദേഹത്തിന് സംഭവിക്കുന്നത്, കാരണം അവിടെ വർഷങ്ങളായിട്ട് ജില്ലാ കമ്മിറ്റിയിലെത്തിയവരും അവർക്കൊക്കെ സ്ഥാനം കഴിഞ്ഞിട്ടേ ഇദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുക്കുകയുള്ളൂ. കാരണം പ്രത്യേകിച്ച് CPM-ന്റെ സംവിധാനം അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ലൈം ലൈറ്റിൽ നിന്ന് മാറിയപ്പോൾ ഈ പറയുന്ന പോലുള്ള ഒരു ഹൈപ്പൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. ഈ കൈരളിയിൽ വന്നാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആങ്കർ ചെയ്തുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പല പ്രോഗ്രാമുകളോ ചർച്ചയോ ഒക്കെ കൊണ്ടുവന്നാണ് അദ്ദേഹത്തിന് ഒരു ഫേസായി മാറിക്കൊണ്ട്. ഉറപ്പായിട്ടും കഴിഞ്ഞ അതായത് പിണറായി സർക്കാരിന് രണ്ടാം വരവിന് പ്രധാന കാരണം ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ നടക്കിയ PR വർക്ക് വലിയൊരു ഘടകം തന്നെയാണ്. പാർട്ടി പരിപാടികൾ, സർക്കാർ പരിപാടികൾ, പല പരിപാടികളായിട്ട് മറ്റ് ചാനലുകൾ പോലും അത് പ്രക്ഷേപണം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഒരു PR മാനേജ്മെന്റ് കൂടി നികേഷിന്റെ ചുമതലയായിട്ട് വരും. തീർച്ചയായിട്ടും. അപ്പൊ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനും സ്വന്തം ഇമേജും ഉയർത്താൻ കഴിയും, ഒപ്പം സ്ഥാപനത്തെയും വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. പിന്നെ ഈ പറഞ്ഞതുപോലെ പരിമിതമായ സൗകര്യങ്ങളിൽ അദ്ദേഹത്തിനൊരു സ്ഥാപനം ഓടിപ്പിക്കാൻ കഴിയുമെങ്കിൽ പാർട്ടിയുടെ ഒരു സംവിധാനമുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ശമ്പളമൊന്നും മുടങ്ങാത്തൊരു സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരു കൃത്യമായ രീതിയിൽ ചലിപ്പിച്ച് ഇപ്പോൾ ഉള്ള ആ ഒരു കുറവ് മാറ്റിയെടുത്താൽ ഒരുപക്ഷെ കൈരളിക്ക് ഈ പറഞ്ഞതുപോലെ മാതൃഭൂമിക്കും ഒക്കെ മുകളിൽ റേറ്റിംഗിൽ എത്താൻ കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം.